ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം വിവാഹം വിരൂപമാക്കരുത് എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഈ മാസം നമ്മുടെ ധ്യാന വിഷയം ജീവിത വിജയം സർവപ്രധാനം. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഏത് വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവിത വിജയം. പ്രായഭേദമന്യേ ഏത് ജീവിതാന്തസ് തിരഞ്ഞെടുത്തവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ് ജീവിത വിജയം. ഈ മാസം മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നത് ഈ വിജയം ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം നമ്മുടെ തന്നെ പാപമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത്. ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരുന്നത്, വിദേശത്ത് ഞാൻ കണ്ടുമുട്ടിയ ഒരു പണച്ചാക്ക്. പക്ഷേ അവർ തന്നെ ഏറ്റുപറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ജീവിതം പരാജയം, പണച്ചാക്കിൻ്റെ പരാജയം. അതാണ് ആ കുടുംബത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ രണ്ടുപേരും വിദേശത്ത്, അവർ വിവാഹിതരായി, രണ്ടുപേർക്കും നല്ല ജോലി, ഒന്നിലേറെ ജോലികൾ അവർ ചെയ്തു, ഇഷ്ടം പോലെ സമ്പത്ത് ശേഖരിച്ചു, മക്കളുണ്ടായി, ഒരു ആൺകൊച്ച് ഒരു പെങ്കൊച്ച്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവിധത്തിലും ലോകത്തിൻ്റെ കണ്ണുകളിൽ വിജയം വരിച്ചവർ. പക്ഷേ ആ കുടുംബനാഥ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൂചിപ്പിച്ച ഒരു കാര്യം, അച്ഛാ, ഞങ്ങൾ എന്ത് നേടി? ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ എന്ത് നേടി? ഞങ്ങൾ വിജയിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും? അതിനുശേഷം അവരുടെ കാര്യങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുകയുണ്ടായി. മകള് ഏതോ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി. വീട്ടുകാർക്ക് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ്. ഇനി അവൾ പോയി അവളുടേതായ രീതിയിൽ രജിസ്റ്റർ വിവാഹവും അവരാഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറുകയൊക്കെ ചെയ്തു. അവളുമായിട്ട് ഇപ്പോൾ കുടുംബത്തിന് ഒരു കണക്ഷനും ഇല്ല. പിന്നെ അവരുടെ പ്രതീക്ഷ മകനിലായിരുന്നു. ഇന്നിപ്പോൾ അവന് കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. ഇപ്പോഴും ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, വെൻ ഐ ആം റെഡി ഐ വിൽ ലെറ്റ് യു നോ. ഞാൻ വിവാഹത്തിന് റെഡി ആകുമ്പം നിങ്ങളെ അറിയിച്ചേക്കാം, ഈ കാര്യം എന്നോട് ഒന്ന് ചോദിക്കണ്ട. പറയുണ്ട്, മകനിൽ പ്രത്യാശ വെച്ച അവരുടെ പ്രത്യാശ അസ്ഥാനത്തായി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇക്കാരണത്താലാണ് അമ്മ പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ എന്ത് നേടി? വിദേശത്ത് വന്നു എന്നുള്ളത് സത്യം, പണം ഇഷ്ടം പോലെ ഉണ്ടാക്കി എന്നുള്ളത് സത്യം, മക്കളുണ്ടായി എന്നുള്ളത് സത്യം, ആൺകൊച്ചുമുണ്ട് പെങ്കൊച്ചുമുണ്ട്. ഇനി ഈ രീതിയിൽ ലോകം നോക്കുമ്പോൾ എല്ലാവിധത്തിലും വിജയമെന്ന് പറയാവുന്ന ഒരു കുടുംബം ഏറ്റുപറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടി? ഞങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം നാം എല്ലാവരുടെയും ഹൃദയത്തിൽ കയറിപ്പറ്റേണ്ട ഒരു സന്ദേശമാണ്. ദൈവമക്കൾ എന്ന നിലയിൽ, ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പരീക്ഷാ വിജയമല്ല ജീവിത വിജയം, ബിസിനസ്സിൽ വിജയിക്കുന്നതല്ല ജീവിത വിജയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം എന്താണെന്ന് ദൈവം നമ്മെ വചനത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് മത്തായി 16:26. അവിടെ വചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ലോകം മുഴുവൻ നേടിയാലും, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? നമ്മുടെ ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു സന്ദേശമാണ്. ദൈവം ചോദിക്കുകയാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായോ? നിനക്ക് നിൻ്റെ ആത്മാവിനെ നേടാൻ പറ്റിയില്ലേ? നിൻ്റെ ആത്മരക്ഷ സാധ്യമാകുന്നില്ലേ? നീ നേടിയതെല്ലാം ശരിക്കും നേട്ടമാണോ? അതെല്ലാം ജീവിതത്തിൽ വിജയം വരിച്ചു എന്ന് നിന്നെ പറയാൻ സമ്മതിക്കുന്ന കാര്യങ്ങളാണോ? രണ്ടാമതൊരു വചനം, നമ്മുടെ ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു വചനമാണ് പ്രഭാഷകൻ 10-ാം അധ്യായം 5-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പറയുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിലെത്താതെ മനുഷ്യന് വിജയമുണ്ടാകില്ല. വിശുദ്ധ അഗസ്തീനോസ് ഏറ്റുപറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ഹൃദയം കർത്താവിൽ വിലയം കൊള്ളാതെ ഒരിക്കലും അത് സ്വസ്ഥമാകില്ല. പറയുണ്ട്, ദൈവത്തെ കൂടാതെയുള്ള വിജയം വിജയമല്ല, ദൈവം തരാത്തത് വിജയമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ മോനിക്ക ജീവിത വിജയത്തിന് ആവശ്യമായ 5 താക്കോലുകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, 5 പേരടങ്ങുന്ന ആ കുടുംബത്തിൽ മോനിക്ക ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥിക്കാൻ. ബാക്കി 4 പേരും പരാജിതരായിരുന്നു. പക്ഷെ അവരെല്ലാം നേടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു.
ഈ 5 താക്കോലുകൾ കൊണ്ട്. ഒന്നാമത്തെ താക്കോലാണ് നിരന്തരമായ പ്രാർത്ഥന. അവര് 32 വർഷത്തോളം നീണ്ട പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇത് സാധ്യമായത്. രണ്ടാമത്തെ താക്കോലാണ് സംഘർഷങ്ങളിലും ദീർഘക്ഷമ കാണിക്കുക എന്നുള്ളത്. നമുക്കറിയാം, സംഘർഷാവസ്ഥകൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ പോകാറുണ്ട്, പ്രാർത്ഥന നമ്മൾ നിർത്താറുണ്ട്. ഇവിടെ ദീർഘക്ഷമ കാണിച്ച ഒരു വ്യക്തിയാണ് മോനിക്ക. മൂന്നാമത്തെ ഒരു താക്കോലാണ് സ്വയം ശൂന്യവൽക്കരണം, സെൽഫ് സാക്രിഫൈസ്, സെൽഫ് എംപ്റ്റിയിങ്. ഇതിന് നല്ലൊരു മാതൃകയാണ് വിശുദ്ധ മോനിക്ക. നാലാമത്തെ താക്കോലാണ് പ്രത്യാശ നിർഭരതയോടെയുള്ള ആ ഒരു വിശ്വാസ ജീവിതം. അത് മോനിക്കയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എക്സ്പെക്റ്റന്റ് ഫെയ്ത്ത്, ആ പ്രത്യാശ നിറഞ്ഞ വിശ്വാസത്തോടെ തൻ്റെ ജീവിതത്തിൽ മുന്നേറി. അഞ്ചാമത്തെ താക്കോലാണ് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നത്. വിശുദ്ധ അംബ്രോസ് പോലെയുള്ള വ്യക്തികളെ സമീപിക്കുകയും അവരുടെ ഉപദേശം, അവരുടെ പ്രാർത്ഥന ഇതെല്ലാം സ്വീകരിച്ച വ്യക്തിയാണ് വിശുദ്ധ മോനിക്ക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു പരാജയമാകാതിരിക്കാൻ ഈ 5 താക്കോലുകൾ എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതിനുവേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരുണ്ട്, അവരുടെ മാനസാന്തരം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവർത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവർത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിന് അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ നിയോഗത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.